ഉസ്താദ്, ക്രോണിക് ബാച്ചിലർ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടം നേടിയ നായികയാണ് ഇന്ദ്രജ. തന്റെ സൗന്ദര്യവും അഭിനയവും കൊണ്ട് നിരവധി ആരാധകരെ വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ സൃഷ്ടിക്കാൻ ഇന്ദ്രജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രോണിക് ബാച്ചിലറിലെ പിടിവാശിക്കാരിയും ഗൗരവക്കാരിയുമായ ഭവാനി എന്ന കഥാപാത്രത്തെ മലയാളികൾക്ക് അത്ര വേഗമൊന്നും മറക്കുവാൻ കഴിയില്ല. മമ്മൂട്ടിക്കൊപ്പം കരുത്തായ പ്രതിനായികയായാണ് അന്ന് ഇന്ദ്രജ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം നിരവധി മലയാളം സിനിമകളിൽ ഇന്ദ്രജ വേഷമിട്ടിരുന്നു. ഇപ്പോഴിതാ ഇന്ദ്രജയുടെ ഏതാനും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. 12th സി എന്ന ഒരു ചിത്രത്തിലൂടെ ഇന്ദ്രജ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. കരിയറിൽ താൻ നീണ്ട ഇടവേളയൊന്നും എടുത്തിട്ടില്ല എന്നും തമിഴിലും തെലുങ്കിലുമൊക്കെ അഭിനയിക്കുന്നുണ്ടെന്നും മലയാളത്തിൽ സിനിമകൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നുമൊക്കെ ഇന്ദ്രജ പറയുന്നുണ്ട്. സാമൂഹിക പ്രസക്തിയുള്ള ഒരു കഥാപാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നും താരം പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസരം നഷ്ടപ്പെടുത്തണ്ട എന്ന് തോന്നിയെന്നും താരം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായി 75ഓളം ചിത്രങ്ങളിലും നിരവധി ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ട ഇന്ദ്രജയുടെ ആദ്യ ചിത്രം തമിഴിൽ റിലീസ് ചെയ്ത ഉഴൈപ്പാലി ആയിരുന്നു. പിന്നീട് തെലുങ്ക്, കന്നഡ ചിത്രങ്ങളുടെ ഭാഗമായി ഇന്ദ്രജ അതിനുശേഷമാണ് മലയാളത്തിലേക്ക് എത്തിയത്. കെ. മധു സംവിധാനം ചെയ്ത ദ ഗോഡ് മാൻ ആയിരുന്നു ഇന്ദ്രജയുടെ ആദ്യ മലയാള ചിത്രം. വിനയൻ സംവിധാനം ചെയ്ത ഇൻഡിപെൻഡൻസിലെ ഒരു ഗാനം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ടെലിവിഷൻ താരമായ മുഹമ്മദ് അഫ്സറാണ് ഇന്ദ്രജയുടെ പങ്കാളി. 2005-ൽ വിവാഹിതരായ ഇവർക്ക് 11 വയസ്സുള്ള ഒരു മകളുമുണ്ട്.